ഹലോ, നമ്മളെ പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് ഇന്ന് ലോങ് വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നുമില്ല, വെറുതെ ഇന്ന് എടുക്കാൻ വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. കുറേ ആയില്ലേ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പം ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പല്ലേക്കാൻ പോകുന്നുണ്ട്, ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതെന്തിനാണ് കെട്ടി വെച്ചാൽ ഉണ്ണിക്കുട്ടൻ വെള്ളത്തിൽ കളിക്കുന്നതുകൊണ്ട് ഇത് തുണിയൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ കുട്ടി വെള്ളത്തിൽ കളിക്കൂലല്ലോ, അതുകൊണ്ട് കെട്ടി വെച്ചാന്ന്. പിന്നെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന്. ആ മണി പ്ലാന്റ് ഞാൻ നട്ടതാണ്. അത് ചെറിയൊരു മണി പ്ലാന്റ് ആയിരുന്നു, അത് വലുതായി ഇപ്പം. പിന്നെ അടുക്കളയിൽ പോയി നോക്കുമ്പോഴത്തേക്ക് അമ്മ എന്തോ കറി പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കിയത്. പിന്നെ ചായക്ക് എന്താണെന്ന് വെച്ചാൽ അമ്മ മടിച്ചായതുകൊണ്ട് തന്നെ പയർ പുഴുങ്ങി വെച്ചതാണ്. പിന്നെ പയർ പുഴുങ്ങിയതും കൂട്ടിയിട്ട് പയർ പുഴുങ്ങിയത് എടുത്തിട്ട് ഞാൻ ചായ അടിക്കാൻ നടന്നു. എനിക്ക് ക്ലാസ് ഉണ്ട് ഇന്ന് 10 to 1 മണി വരെയാണ് ക്ലാസ്. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചടപ്പ് പരിപാടിയാണ്. അപ്പോൾ ബുക്കൊക്കെ ഇങ്ങനെ എവിടെയെല്ലാം ഇല്ലേ, അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് വേഗം റെഡി ആവേന്ന്. അപ്പോൾ എനിക്ക് ഓൺലൈൻ ആക്കിയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബോത്ത് ആർ സെയിം, ഇത്രയേ ഉള്ളൂ. പിന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അമ്മ ഒന്ന് കടയിൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ സെഷൻ കഴിഞ്ഞാടും ഞാൻ അമ്മേനോട് ഉരുളക്കിഴങ്ങ് ഞാൻ ഫ്രൈ ചെയ്തതായി പറഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്യാനിരുന്നു. ഇരുന്നതല്ല കേട്ടോ, കട്ട് ചെയ്യലായി. പിന്നെ എനിക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കത് കഴിക്കാനും നല്ല ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയായാലും എൻ്റെ സിസ്റ്ററായാലും ഇതേ സെയിം രീതിയിൽ തന്നെ ആക്കുക. പിന്നെ ഓരോരാൾ ഓരോ രീതിയിലായിരിക്കില്ല ആക്കല്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും ഇതേ രീതിയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുക. ഷേപ്പിൽ പിന്നെ നമുക്കിഷ്ടമില്ലാലും നീളത്തിലായാലും റൗണ്ടിലായാലും കട്ട് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് തൈര് എന്തിനാണ് ഒഴിച്ചതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ തൈര് ഒഴിക്കുക, അതേമാതിരി ഒരു വെറൈറ്റി പിടിക്കാൻ നോക്കിയതാണ്. കുറച്ച് തൈര് ഒഴിച്ചിട്ട് പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിന്. കുരുമുളക് പൊടി ഇപ്പോൾ 20 രൂപക്കൊക്കെ കടകളിൽ ചെറിയ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് ഞാൻ ഇന്ന് പോയി വാങ്ങിച്ചിട്ട് അത് അതിലിട്ടതാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പാത്രം ഇതുവരെ ഇല്ല, ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്നാണ് സാധാരണ കുരുമുളക് പൊടി ആക്കല്, വീട്ടിൽ നിന്ന് തന്നെ കുരുമുളക് പൊടി ഉണ്ടാക്കലാണ്. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ പാത്രത്തിലൊന്നും ഇടാൻ സമയം കിട്ടിയിട്ടുണ്ടായിട്ടാ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ള് പൊടികളൊക്കെ മിക്സാക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. ഈ പുളിശ്ശേരിയുടെ കൂടെയൊക്കെ ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുന്നത്. സാധാരണ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ സാധാ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ വെക്കുന്നത്. കുറേ ഉണ്ടായതുകൊണ്ട് തന്നെ 2 ടൈമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ലോങ് വീഡിയോ ഇടാത്തത്. പിന്നെ നമ്മളെ ചാനലിൽ ഗിവ് അവേ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്നാണോ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് അന്നായിരിക്കും ഈ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ഒരു ഫസ്റ്റ് ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ മുതൽ 500 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്നിടുന്ന വീഡിയോസ് വരെ എല്ലാത്തിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലത്ര. കമൻറ്റ് ടോപ്പർ വഴിയായിരിക്കും ഈ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പുളിശ്ശേരി റെഡിയായി, പിന്നെ നമ്മളെ ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡിയായി. പിന്നെ അമ്മ ഉണക്ക ചെമ്മീൻ ഒന്ന് വറുത്തിട്ടുണ്ടായിരുന്നു, ഒരു റോസ്റ്റ് പോലെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി കുറച്ച് ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിന്. അപ്പോൾ ഫസ്റ്റ് അമ്മേരോട് ബാങ്കിലേക്ക് പോവേന്ന്, ബാങ്കിൽ എന്തോ അത്യാവശ്യത്തിന് അമ്മ പോവേന്നു. അപ്പം ബാങ്കിൽ അമ്മേരോട് പോയിട്ട് അവിടെ നിന്ന് എൻ്റെ സിസ്റ്ററിനെയും കൂട്ടിയിട്ട് നേരെ അവളെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ സിസ്റ്ററിന് ഇന്ന് കോളേജിലുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും ഉണ്ടായിട്ട് അതുകൊണ്ട് തന്നെ വണ്ടി എടുത്തിട്ടാണ് നമ്മൾ പോയത്. പിന്നെ അവൾ അവിടെ ഉണ്ടാകുമ്പം അവിടത്തേക്ക് വന്നാലും നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ബാങ്കിൽ പോല് എന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവേ ഭയങ്കര മടിയുള്ളൊരു സംഭവമാണ്. നമ്മളെ വീട്ടിൽ നിന്നൊരു 10-15 മിനിറ്റേ ഉള്ളൂ കേട്ടോ ബാങ്കിലേക്ക് വണ്ടി എടുത്തിട്ടാണെങ്കിൽ. അപ്പോൾ അങ്ങനെ അമ്മ ഇപ്പം ഡ്രൈവ് ചെയ്യാൻ പഠിച്ചുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് വേഗം പോയിട്ടൊക്കെ വരാൻ പറ്റും വണ്ടിയിലോണ്ട് തന്നെ, അതുകൊണ്ടാണ് പ്രശ്നമില്ലാത്തത്. അപ്പോൾ എവിടെയായാലും ഇപ്പോൾ പോവുക നമ്മളിഷ്ടത്തിന്. അപ്പോൾ അങ്ങനെ അവളെയും കൂട്ടിയിട്ട് സ്റ്റാൻഡിലെത്തി. പയ്യന്നൂർ സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മളെത്തിയ. അവിടുന്ന് നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ അവളെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് ഓട്ടോ കഴിഞ്ഞിട്ട് കുറച്ചൊരു 2 മിനിറ്റ് നടക്കാനുണ്ട്.
അപ്പം അങ്ങോട്ടേക്ക് പോയി. അവളെന്ന് പറഞ്ഞാൽ അവളെ റൂമെല്ലാം അവൾ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിന്. കുറേ കാലമായി ഓളെ വീട്ടിൽ പോവാ പറഞ്ഞിട്ട് ഇന്നാണ് കേട്ടോ അതിനൊന്ന് ടൈം കിട്ടിയ. ഇന്നും ടൈം ഉണ്ടായിട്ടാ, പക്ഷെ ടൈം കണ്ടെത്തി പോയിട്ടാ. അപ്പോൾ ഓൾ നമ്മളെയും കാത്ത് വെയിറ്റാക്കി നിൽക്കുന്നുണ്ടായിന്. അതുകൊണ്ട് ഓൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. 2 ദിവസം നിങ്ങൾ വരുന്നു പറഞ്ഞതിന് ശേഷം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഓൾ റൂമുകൾ അത്രയും അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിന്. ഓൾ ഇപ്പം ഇതിനൊരു മേക്ക് ഓവർ കൊടുത്തേ. അത്രയും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര എന്താണെന്നറിയില്ല, ആ റൂമിലിരിക്കുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. അതെനിക്കിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ തന്നെ നമുക്ക് ഇരിക്കാൻ തോന്നും. നമ്മൾ പോയാൽ നമ്മൾ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അത്രയും ഓൾ ക്ലീൻ ആൻഡ് നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവളമ്മ നമ്മ വരുന്നതായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിനി. ഇതേ സെയിം എൻ്റെ വീട്ടിലുണ്ടായതേ പുളിശ്ശേരിയും പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയും പിന്നെ അവിടെ നാരങ്ങയൊക്കെ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പം ഹോർലിക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്കത്തുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ എൻജോയ്മെൻറ്റ്സിനിടയ്ക്ക് ഈ വീഡിയോസെല്ലാം എടുക്കാൻ വിട്ടുപോയി. അതാണ് ഞാൻ വീഡിയോസൊന്നും എടുക്കാഞ്ഞിനി. അങ്ങനെ നമ്മൾ 3 ആളും കൂടിയിട്ട് വീഡിയോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് കുറേ വീഡിയോസൊക്കെ എടുത്തിന് കേട്ടോ. മീൻസ് നമ്മളെ വീഡിയോസാണ് എടുക്കുന്നത്. അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതുവരെ ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പിന്നെ അവൾക്കും അവളുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല നമ്മൾ ഒരാൾ ഫേസിനെ ഇതിലിടുമ്പോൾ. പിന്നെ എൻ്റെ സിസ്റ്ററിന് അത് പ്രശ്നമില്ല കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് അവളെ വീഡിയോസൊക്കെ അവളെ ഫേസ് റിവീൽ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഹോർലിക്സൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടാ. നല്ല എന്താണെന്നറിയില്ല, എല്ലാവരും കൂടി ഇങ്ങനെ ഉണ്ടാകുമ്പം ഭയങ്കര എൻജോയ്മെൻ്റ് അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹോർലിക്സും പിന്നെ കൊള്ളി ചിപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്നിട്ട് ചായ അടിക്കാനും സംസാരിക്കാനും ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. അത് അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ ഭയങ്കര അടിപൊളിയല്ലേ. നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കൽ, ചായ കുടിക്കൽ, സംസാരിക്കൽ, എനിക്കെല്ലാം അതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ മേത്തി ചൂടുള്ള ഹോർലിക്സൊക്കെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഉണ്ട്, പക്ഷേ ഞാൻ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിന് ശേഷം ഹോർലിക്സൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയെന്നു. അപ്പോൾ ഏകദേശം തന്നെ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.